എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനും അമ്പിളിയമ്മയും കൂടി സ്റ്റേക്കേഷന് പോവാണ്. വയനാടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റിസോർട്ടിൽ പോകണം എന്നുള്ളത് എനിക്ക് ഒരുപാട് തപ്പേണ്ടി വന്നില്ല. ബിക്കോസ് കുറച്ച് നാൾ മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. ഞാൻ അന്നേരം ആലോചിച്ചു എന്തായാലും അമ്പിളിയമ്മയും കൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന്. ചേട്ടാ വേറെയും കുറെ റിസോർട്ടൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്പിളിയമ്മയും കൊണ്ട് ഇവിടെ തന്നെ വരണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ ഈ റിസോർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ ആ റിസോർട്ട്, വയനാടുള്ള ട്രീ വാലി റിസോർട്ട്. നമുക്ക് സാധാരണ ഈ റിസോർട്ടുകളിലെ സ്റ്റേക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വൈബ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നുമല്ല കിട്ടുന്നത്. നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് ഈ റൂം കണ്ടപ്പോൾ ശരിക്കും അങ്ങനെ തോന്നിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ വരാൻ കുറച്ച് റീസൺസ് ഉണ്ടെന്ന്. ഇതേ കണ്ടോ, ഇതാണ് എന്റെ റീസൺ. ഒരു ബഹളങ്ങളോ വണ്ടികളുടെ ഒച്ചയോ ഒന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലമാണിത്. ട്രീ വാലിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം? സാധാരണ നമ്മൾ റിസോർട്ടിലെ കണ്ടിട്ടില്ലേ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടല്ലേ റിസോർട്ട് ഉണ്ടാക്കുക. പക്ഷെ ട്രീ വാലി അങ്ങനെയല്ല. ഇവിടുത്തെ മരങ്ങളൊന്നും ഒരു വെച്ച് പിടിപ്പിച്ചല്ല. ഓൾറെഡി ഈ കാടും മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എന്താ, നമുക്ക് നല്ല വായു ശ്വസിക്കാം. ഇക്കാലത്ത് നല്ല വായു ശ്വസിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ്. നമ്മൾക്ക് അധികം ആളുകളും ബഹളങ്ങളും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ട്രീ വാലി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തേക്കാണ് വന്നത്. പക്ഷെ അമ്പിളിയമ്മയ്ക്ക് ഇവിടുന്ന് പോകണമെന്നേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ഇത്രയും കിളികളുടെ ഒച്ച കേൾക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ ഭയങ്കര നീന്തലുകാരനാണെന്ന്? സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ നീന്താൻ അറിയത്തില്ല കേട്ടോ. എന്നെ പോലെ നീന്താൻ അറിയാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു തരി പോലും ക്ലോറിൻ വെള്ളം അല്ല എന്നുള്ളതാണ് ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും എന്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അമ്പിളിയെ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേക്കേഷന് വരണം എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒരു പ്രീമിയം റിസോർട്ടോ സ്റ്റേക്കേഷനോ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ട്രീ വാലി ഒരു കിടിലൻ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ.